മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല. വഹാബികൾ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതൂല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല എന്നൊക്കെയാണ് നമ്മളിവിടെ കേട്ടത്. അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി ഒരു സങ്കടം പറഞ്ഞു തരും. 30 വർഷത്തിലേറെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നപ്പോ എന്റെ ഉമ്മ ആ സമയത്ത് മരണപ്പെട്ടു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, കാരണം ഞാൻ മുജാഹിദായിരുന്നു. ശരിയല്ല. ഇതിനൊക്കെ നമ്മൾ മറുപടി പറയുന്നത് അദ്ദേഹം ഒരു പ്രായമുള്ള എന്റെ പിതാവാൻ പ്രായമുള്ള ആളായതുകൊണ്ട് നമ്മൾ ആ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KNM-ന്റെ മദ്രസയിലെ പാഠപുസ്തകം 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലൊക്കെ ഫിഖ് കർമ്മം എന്ന് പറയും. ആ പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ രൂപത്തിൽ ആരോപണം ശരിയല്ല. ഒരിക്കലും അത് ആ രൂപത്തിൽ നമ്മളിപ്പോ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കണമെങ്കിൽ ആക്ഷേപിക്കാനുള്ള പല മാർഗങ്ങളും സ്വീകരിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഇത്രയും പ്രായമുള്ള ആളുകളിൽ നിന്ന് ഇത്രയും വളരെ അപകടകരമായ, അതായത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ആരോപണങ്ങൾ അത് ശരിയല്ല. 30 വർഷം ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹം നിൽക്കുകയും ആ 30 വർഷവും മരണപ്പെട്ട മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഈ പ്രസ്ഥാനം പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ഞാൻ മുജാഹിദിൽ നിന്ന് പോന്നതിന് ശേഷം അടിയന്തരം പൊടി പഠിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആ സങ്കടം തീർത്തത്. അതൊക്കെ വലിയ പ്രയോഗങ്ങളാണ്. അതൊക്കെ ഒരു മാന്യതയുള്ള പ്രയോഗമല്ല. എന്താണതിന്, നമ്മൾ എങ്ങനെയാണ് അതിനെ മറുപടി പറയേണ്ടത് എന്ന് എനിക്ക് പ്രയാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും പ്രായമുള്ള ആളുകൾ ഈ മതമേഖലയിൽ ഒരു ദീനിയായ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ദീനിയായ ചുറ്റുപാടിൽ നമ്മൾ സംസാരിക്കുന്നു. 30 വർഷം ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഈ സംഘടനയുടെ ചെറിയ കുട്ടികൾക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകമെങ്കിലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയില്ല. നമുക്ക് പറയാൻ ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇത് കേട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസയിൽ പോകുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളെ മദ്രസയിലെ പാഠപുസ്തകങ്ങളൊന്നും നോക്കണം, അതിലെന്തെങ്കിലും ഇതുണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾ കാണാൻ ഒരിക്കലും ആ ആരോപണം ശരിയല്ല. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതെ 30 കൊല്ലം നടന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു മുജാഹിദിനെ ഏതെങ്കിലും ഒരു വഴിവക്കിൽ വെച്ചിട്ട് ഒരു സാധാ പ്രവർത്തകനോട് അമ്മാക്കും വാപ്പാക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് ഒരു മുജാഹിദ് പ്രവർത്തകൻ ഒരാള് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളോട് കൂടെ രാജിവെച്ച് പോരാ ഞാൻ പറയാം. ഒരിക്കലും ഇല്ലാതെ വെറുതെ ആരോപണം പറയുക. ഉമ്മാക്ക് വേണ്ടി ഞാൻ 30, നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനുഷ്യന്മാരാണ്. പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ ഓർക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ശത്രുതയുള്ള ആളുകളല്ല. ഞാൻ പറഞ്ഞല്ലോ, മാനുമുസ്ലിയാരെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് നമ്മൾ മാനുഷികമായ പരിഗണന, നമ്മൾ തമ്മിൽ സൗഹൃദത്തിന്റെ വാക്താക്കളായി ജീവിക്കേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല. അത്തരം ആരോപണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഈ നാട്ടുകാർ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് അത്തരം ആരോപണങ്ങൾ കേട്ടെങ്കിൽ അത് ദയവ് ചെയ്തുകൊണ്ട് അത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മതി. നിങ്ങൾ അത്രയും എനിക്കതേക്കുറിച്ച് പറയാം. എന്ന് നോക്കൂ, നിങ്ങൾ മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നില്ല മുജാഹിദുകൾ എന്ന് പറയാം. എന്താ മുജാഹിദുകൾ അങ്ങനെ ഓതാതിരിക്കാൻ കാരണം? ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുന്ന സംവിധാനം, റസൂലുള്ള മരിച്ചിട്ട് നബിന്റെ പേരിൽ ഒരു ഖുർആൻ ഓതി കണ്ട് അല്ലാഹുമ്മ ഔസുൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാ മിന്നാ ഇലാ ഹളറത്തി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞൊരു ദുആ ഏതെങ്കിലും ഒരു സഹാബി തുറന്നതായി നമ്മൾ കേട്ടോ? ഇല്ല. ഒരു സഹാബി മരണപ്പെട്ടതിന് ശേഷം മറ്റു സഹാബാക്കൾ ചെയ്തതായി നമ്മൾ കേട്ടോ? ഇല്ല. എന്നാൽ നാം പറഞ്ഞല്ലോ, ഇവിടെ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ മദ്ഹബ് സ്വീകരിക്കാതെ വഹാബികളെ നിങ്ങൾ എങ്ങനെയാ നടക്കുന്നത്, നിസ്കരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ആളുകൾ, ഇമാം ഷാഫി എന്താണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതണമെന്നാണോ പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്റെ തഫ്സീറിൽ പറയുന്നു, അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറത്ത് നജ്മിലെ 39-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമാ ഇസ്തംബത ശാഫി വമൻ തബിയഹു. ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫിയും അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നു, അന്നൽ ഖിറാഅത ലാ യസുലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. ഖുർആൻ ഓതിയിട്ട് മരണപ്പെട്ട ആളുകളിലേക്ക് അത് ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് എത്തൂല എന്ന് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു. ഇമാം ഷാഫിയെ പിന്തുടർന്നവരും പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം വലം യൻതുബി ഇലൈഹി റസൂലുള്ളാഹ്.
ഈ കാര്യം അവരുടെ പ്രവർത്തനമല്ല, മരണപ്പെട്ടു പോയവരുടെ പ്രവർത്തനമല്ല. ലം യൻദുബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളോട് ഇതിന് പ്രചോദനം നൽകിയിട്ടുമില്ല. വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്ഇൻ വലാ ഈമാ. പ്രവാചകൻ വ്യക്തമായോ സൂചനാപരമായോ ഒരു നിലക്കും പ്രവാചകൻ ഇത് അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബ, സഹാബാക്കൾ ലക്ഷക്കണക്കായ സഹാബാക്കൾ കഴിഞ്ഞുപോയി ഒരു സഹാബിയെങ്കിലും ഇത് ചെയ്തിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, ഇത് ഖൈറായിരുന്നു എങ്കിൽ അവർ നമുക്ക് മുൻകടക്കുമായിരുന്നു, അവരെങ്ങാനും ഇത് ചെയ്യുമായിരുന്നു, പക്ഷേ ചെയ്തിട്ടില്ല. ഇമാം ഷാഫിയെ ഉദ്ധരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, നോക്കൂ നിങ്ങൾ, മുജാഹിദുകൾ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടാൽ അവിടെ യാസീൻ ഓതിയിട്ട് അവർക്ക് ഹദിയ ചെയ്യുന്നില്ല, ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നില്ല, മരിച്ചവരോട് സ്നേഹമില്ല എന്ന് മുജാഹിദുകളുടെ പേരിൽ ആരോപണം നടക്കുന്ന ആളുകളോട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഷാഫി ഇമാമും മുജാഹിദ് തന്നെ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, എന്നെ പോലെയുള്ള ആളുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ KM മൗലവിന്റെ ബുക്ക് വായിക്കണ്ട, MCCമാരുടെ പുസ്തകം വായിക്കണ്ട, വക്കം മൗലവിന്റെ പുസ്തകം വായിക്കണ്ട, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകം വായിക്കണ്ട, AP അബ്ദുൽ ഖാദർ മൗലവിന്റെ പുസ്തകം വായിക്കണ്ട. ഇമാം ഷാഫിയുടെ, ഇമാം നവവിയുടെ, ഇബ്നു ഹജറുൽ ഹൈതമിയുടെ, ഷാഫി മദ്ഹബിലെ പണ്ഡിത പ്രമുഖരുടെ തന്നെ ഉദ്ധരണികളിൽ നമുക്കിത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ചാവടിയന്തരം കണ്ണോക്ക് അടിയന്തരം പൊടി പൊടിപ്പിച്ചിട്ട് ഞാൻ ആഘോഷിക്കുന്നു, ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്മായിൽ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബ്, ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബെങ്കിലും നോക്കിയിരുന്നെങ്കിൽ ഇത്രയും അപകടകരമായ പരാമർശം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമായിരുന്നില്ല. ഇമാം നവവി പറഞ്ഞു, അമ്മാ ഇസ്ലാഹു അഹ്ലിൽ മയ്യത്തി തുആമൻ വജംഉൻ നാസി അലൈഹി ഫലം യുൻഖൽ ഫീ ശൈഉൻ വഹുവ ഗൈറു മുസ്തഹബ്ബ. മരണപ്പെട്ട വീട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമല്ല. ലോകത്ത് പണ്ഡിതന്മാരിൽ നിന്നോ സലഫുകളിൽ നിന്നോ പ്രവാചകനിൽ നിന്നോ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല, കലാമു സാഹിബു ഷാമിൽ, ഇത് ഷാമിലിന്റെ രചയിതാവിന്റെ പദപ്രയോഗമാണ്. ജരീർ ബിൻ അബ്ദുള്ളയുടെ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസ് ഇതാ ഇതിന് തെളിവ് ഉദ്ധരിക്കുന്നു. ഒരാൾ മരണപ്പെട്ടതിനു ശേഷം ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ വിളിച്ചു വരുത്തി അവിടെ സദ്യ ഒരുക്കുന്നത് ഹറാമായ കുറ്റകരമായ ജാഹിലിയ കാലത്തുള്ള നിയാഹ എന്ന് പറയുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുമായിരുന്നു എന്ന സലഫുകളുടെ സഹാബത്തിന്റെ മുൻഗാമികളുടെ പ്രഖ്യാപനം ഇമാം നവവി ഉദ്ധരിക്കുകയാണ്. അപ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ കണ്ണോക്ക് പാടില്ല, ചാവടിയന്തരം പാടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് വക്കം മൗലവിയുടെ പുസ്തകത്തിന്റെ ആവശ്യമില്ല. ഷാഫി മദ്ഹബിൽ അല്ലെങ്കിൽ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ, ഒറിജിനൽ ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ രൂപം ഈ കോലത്തിലാവില്ല. അവൻ ഏറെക്കുറെ മുജാഹിദ് പ്രവർത്തകന്മാരോട് യോജിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. പക്ഷേ അതിന് കുറെ പണിയെടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണെഴുത്ത് പഠിക്കൽ തെറ്റാണെന്ന് പറഞ്ഞു. ഷാഫി ഇമാമി കഥ അറിയുകോ? അവസാനം അത് ഇല്ല മക്കളെ എന്ന് മുജാഹിദ് പണ്ഡിതന്മാർ നടു റോട്ടിലും നാട്ടിലും വീട്ടിലും കയറി ശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞപ്പാ എന്നാ ശരി അത് നിർത്തി. ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ എന്താ പറയാ, ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്നാണ്. പണ്ടൊരു കഥ പറയുന്നത്